അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പുകളും സൈനിക സമ്മർദ്ദവും തുടരുന്നതിനിടെ ഒരു സാധ്യതയുള്ള യുദ്ധ സാഹചര്യത്തെ മുൻകൂട്ടി കണക്കിലെടുത്തുകൊണ്ട് ഇറാൻ ആഭ്യന്തര ഭരണ സംവിധാനത്തിൽ നിർണായക മാറ്റങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രാജ്യത്തിന്റെ പരമോന്നത നേതാവായ അയത്തൊള്ള അലി ഖമനേയി ദേശീയ നേതൃത്വത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനുള്ള അടിയന്തര തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവ വികാസം. അമേരിക്കൻ സൈനിക ആക്രമണമോ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട വധശ്രമങ്ങളോ ഉണ്ടായാൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനം തകരാതെ നിലനിൽക്കണം. അതാണ് ഈ നീക്കങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായ അലി ലാരിജാനിക്ക് കൂടുതൽ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൈമാറിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഖമനേയിക്കോ അദ്ദേഹത്തിന്റെ മകനോ എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളായി ലാരിജാനിയെ തയ്യാറാക്കുകയാണ് എന്നും സൂചനകളുണ്ട്. ഇറാന്റെ സുരക്ഷാ വിദേശനയ തീരുമാനങ്ങളിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥാപനമാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ. ഈ സ്ഥാപനത്തിന്റെ തലവനെന്ന നിലയിൽ ലാരിജാനി ഇപ്പോൾ രാജ്യത്തിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറുകയാണ്. ഖമനേയിയുടെ വിശ്വസ്ത ഉപദേഷ്ടാവായിരുന്ന അദ്ദേഹം ഇതിനു മുമ്പ് പാർലമെന്റ് സ്പീക്കറായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ആണവ ചർച്ചകളിൽ പ്രധാനപ്പെട്ട വ്യക്തിയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് ലാരിജാനി. ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിനും ഇദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയവും മതപരവുമായ സ്വാധീനമുള്ള കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ച ഇറാന്റെ അധികാര ഘടനയ്ക്കുള്ളിലെ വിശ്വാസ ബന്ധങ്ങളെ ഉയർത്തി കാണിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2008 മുതൽ 2020 വരെ പാർലമെന്റ് സ്പീക്കറായിരുന്ന കാലയളവിൽ അദ്ദേഹം രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ആളാണ്. ഇറാന്റെ വിദേശനയ രൂപീകരണത്തിലും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ചൈനയുമായി 25 വർഷത്തെ തന്ത്രപരമായ കരാർ ചർച്ച ചെയ്യുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നീട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തുകയും ബാഗ്ദാദ്, ബെയ്റൂട്ട് തുടങ്ങിയ മേഖലകളിൽ പ്രാദേശിക നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്തു. അതിലൂടെ മേഖലാതല രാഷ്ട്രീയത്തിൽ ലാരിജാനിയുടെ സാന്നിധ്യം ശക്തമായി. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടുകൾ പ്രകാരം ചില ഘട്ടങ്ങളിൽ ലാരിജാനിയുടെ സ്വാധീനം ഇറാൻ പ്രസിഡന്റിന്റെ സ്വാധീനത്തെ പോലും മറികടക്കുന്നതാണ്. ആഭ്യന്തര പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വിദേശ നയതന്ത്ര തീരുമാനങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായി മാറിയതായാണ് സൂചന. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലും അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വരാൻ പോകുന്ന യുദ്ധ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണക്കിലെടുത്ത് ഇറാൻ ഭരണകൂടം തയ്യാറാക്കിയ പദ്ധതികളും ശ്രദ്ധേയമാണ്. ഓരോ പ്രധാന സൈനിക ഭരണ പദവികൾക്കും പകരക്കാരെ നിശ്ചയിക്കുകയും ആശയവിനിമയം തടസ്സപ്പെട്ടാലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണങ്ങളിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് പറയുന്നത്. ആണവ കരാറിൽ പുരോഗതി ഉണ്ടാകാത്ത പക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ സാഹചര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമായിട്ടുണ്ട്. അതേസമയം ഇറാൻ യുദ്ധം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും രാജ്യത്തിനുമേൽ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ശക്തമായി പ്രതികരിക്കുമെന്ന് ലാരിജാനിയും പറഞ്ഞിട്ടുണ്ട്. അതിനിടെയാണ് ഇറാൻ ജനതയെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് അജ്ഞാത മൊബൈൽ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ വാഴ്ത്തുന്ന സന്ദേശങ്ങളാണ് അജ്ഞാത സോഴ്സിൽ നിന്നും പ്രചരിക്കുന്നത്. ഇറാനിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഒരേപോലുള്ള ഈ മെസ്സേജുകൾ ലഭിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്, കാത്തിരുന്ന് കാണുക എന്ന വിചിത്രമായ സന്ദേശമാണ് ഇറാനിലെ ജനങ്ങൾക്ക് ലഭിച്ചത്. ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇറാൻ ഇന്റർനാഷണലാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ സന്ദേശങ്ങൾ വരുന്നത് എന്നതാണ് ആശങ്കയ്ക്ക് കാരണം. അമേരിക്കയുടെ സൈനിക നീക്കങ്ങളും ജനങ്ങൾക്കിടയിലെ ഈ അജ്ഞാത സന്ദേശങ്ങളും മേഖലയിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനിടെ ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. ലഭ്യമായ വാണിജ്യ വിമാനങ്ങളിലോ മറ്റ് ഗതാഗത മാർഗങ്ങളിലോ ഇന്ത്യയിലേക്ക് മടങ്ങാനാണ് എംബസിയുടെ അടിയന്തര അറിയിപ്പിൽ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനിൽ ഉടനീളം നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നിന്നും പ്രകടനങ്ങളിൽ നിന്നും പൗരന്മാർ വിട്ടുനിൽക്കണമെന്നും എംബസി ആവശ്യപ്പെട്ടു.